ശരിക്കുള്ള പേരെന്താ? സതീഷ് കുമാർ. സതീഷ് കുമാർ. ചെമ്പഴന്തിയിൽ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ നമുക്ക് കൂട്ടോടെ പോകണ്ട അന്ന് പാർലിക്കോളുള്ള സമയം ഇതുകൊണ്ട് 75 കാലഘട്ടം അല്ല 78 കാലഘട്ടം. അന്ന് അവിടെ പോയി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായി. ആ സമയത്ത് അവിടുത്തെ കലാപരിപാടികൾക്ക് വേണ്ടി ഞങ്ങൾ തോറ്റമ്പാട്ടിന് പാരടിയുണ്ട്. പാരടി വെച്ചാൽ ഞാനിവിടെ ഇവിടെയൊക്കെ കാരണം ചെമ്പഴന്തിയിലാണ് പോയത്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാർക്കെല്ലാം അവിടുത്തെ അമ്പലങ്ങളെക്കുറിച്ച് അറിയാം. അങ്ങനെയാണ് ശശിന്ന് പേരുള്ള ഒരു കൂട്ടുകാരുണ്ടായത്. അവൻ ഈ അമ്പലങ്ങളുടെ പേര് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ ചെന്നാവൂർ ദേവിയുടെ പേരൊക്കെ പറയും. ചെന്നാവൂർ ദേവിയെന്ന് ആരും അറിയില്ല, എവിടെയാണെന്നും അറിയില്ല. പാരടിയുടെ ഇടയിൽ ഇതും കൂടെ കയറ്റി എഴുതി. ഞങ്ങൾ തമാശയ്ക്ക് പാടിയ ആ വരികളെന്ന് പറയുന്നത് കച്ചണ്ടി എത്തിച്ചാടി കറച്ചുകൊണ്ട് കയ്യാലപ്പുറത്തമ്മ കയറിക്കൊണ്ട് തോട്ടം പാടുന്ന അതേ സ്റ്റൈലിൽ ചെന്നാവൂർ എന്ന തിരുനടയിൽ എന്നൊക്കെ എഴുതി. ഈ തിരുനടയിൽ ചെന്നാവൂരിന് എല്ലാ അർത്ഥവും അത്ര വ്യാപ്തിയൊന്നും നമുക്കറിയില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം പ്രായപൂർത്തിയായതിനു ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളായതിനു ശേഷം തോറ്റമ്പാട്ട് പഠിക്കാനുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു പഠിപ്പിച്ചു വിട്ടു. തോറ്റമ്പാട്ട് പഠിപ്പിച്ച് തന്നെ വിട്ടു. അല്ല, ഞാൻ പറഞ്ഞു വന്നതാണ്. 12 കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഞങ്ങൾ പഠിക്കാൻ പോയി. അവിടെ ചെന്ന് അവിടെ അമ്പലത്തിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അമ്പലത്തിൻ്റെ അവിടെ ചെന്നിരുന്നു പാട്ടൊക്കെ പഠിക്കാൻ ആശാൻ്റെ കൈകൊണ്ട് താളമൊക്കെ വാങ്ങിച്ചു, പാട്ടിൻ്റെ വരികളൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഈ പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ശരിക്കും ഞാൻ നോക്കിയപ്പോൾ ശരിക്കും കണ്ണ് തള്ളി എന്ന് പറയുന്ന പ്രയോഗം തന്നെയാണ് നല്ലത്. കണ്ണ് തള്ളിപ്പോയി എന്നുള്ള പ്രയോഗം തന്നെയാണ് അവിടെ നല്ലത്. ഞങ്ങൾ കണ്ടത് ചെന്നാവൂർ ദേവി ക്ഷേത്രത്തിൽ. ഈ ചെന്നാവൂർ ദേവിയെ കളിയാക്കിയാണ് പാരടി. പാടാൻ പഠിക്കാൻ ചെന്നത് ചെന്നാവൂർ ദേവിയുടെ മുമ്പിൽ. അപ്പം അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമെന്ന് വെച്ചാൽ ഈ താമസിച്ച് വരുന്ന പിള്ളേർ, ഹോംവർക്ക് എഴുതാതെ വരുന്ന പിള്ളേരെ സ്നേഹമുള്ള ടീച്ചർ പിടിച്ച് തറയെടുത്തിട്ട് നീ എഴുതിയിട്ട് കയറിയാൽ മതി എന്ന് പറയും. അതുപോലെ നീ എന്നെക്കുറിച്ച് പാരടി ശരിയായിട്ട് എന്നെക്കുറിച്ച് പാടി തിരിച്ചാൽ മതി. അതൊരു പുണ്യമായിട്ട് കാണുകയാണ്. കാരണം പുണ്യം രണ്ടാണ്. ഒന്ന് ഞങ്ങളുടെ ഈ ആശാന്റെ കീഴിൽ പഠിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ പുണ്യം. ഈ ആശാൻ എന്ന് പറഞ്ഞ സത്യം ഞങ്ങൾക്ക് ദൈവവിദ്യനാണ്. കാര്യം അത്രയും പാണ്ഡിത്യം, അത്രയും എളിമയുള്ള മനുഷ്യൻ. അതെ അതെ, എനിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. അത്യാഗ്രഹവും അതിന് അവരിന്നും കൂടെ അല്ലേ ഉള്ള നാളെ തൊട്ട്. അതുകൊണ്ട് നമ്മൾ അത് അനുസരിക്കണമെന്നാണ് പറയുന്നത്. അല്ല ഇനിയിപ്പം അവസാനം ഇനി പറയുന്ന കാര്യം അല്പം പോലും തൊട്ട് തേടി. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇന്നും നമുക്ക് അന്ന് തരുന്ന ആ പ്രായത്തിൻ്റെ ബഹുമാനം ഇന്നും തരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. പ്രായത്തെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളൊക്കെ കാലത്തോട്ട് വരുമ്പോൾ സമ്മതിക്കില്ല. കാര്യം പ്രായം കൂടിയ ആൾ എൻ്റെ കാലത്തോട്ട് എനിക്കും പാവം എന്നുള്ള ചിന്താഗതി. പക്ഷേ അങ്ങനെയല്ല. തോറ്റമ്പാട്ട് ആശാൻ്റെ കാലത്തോട്ട് തൊഴാതെ പാടാൻ പാടില്ല. ഒരു ശാസ്ത്രം. ഈ ആശാൻ തിരിച്ചാണ്, നമ്മളെയാണ് ബഹുമാനിച്ചത്. നമ്മളെ അതൊക്കെയാണ് ഞങ്ങളുടെ പുണ്യം. ഒരു വലിയൊരു ഭാഗ്യം കിട്ടും. ഈ വയസ്സായ കാലത്തെങ്കിലും തോറ്റമ്പാട്ട് പഠിക്കാനും കുറേ കഥകൾ അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ അവസരം കിട്ടും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആശാൻ, അത് എടുത്തു പറയേണ്ട ആശാൻ. അപ്പം എത്ര പ്രായമായപ്പോഴേ പഠിക്കാൻ തുടങ്ങി? 45 വയസ്സ് കഴിഞ്ഞല്ലേ? 45 വയസ്സ് കഴിഞ്ഞു. അല്ല, 2015 അരങ്ങേറ്റം. 12 വർഷമായി. 12 വർഷമായി. 15 ആദ്യ കാലഘട്ടം. എന്തായാലും ഭാഗ്യത്തിന് മോനെയും പഠിപ്പിക്കാൻ പറ്റി, അവനും പഠിച്ചു. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് എന്നാലും ഇവിടെ പാടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒന്ന് പാടി. ഇപ്പം അങ്ങ് ടെക്നോപാർക്കിലെ അനിമേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ആയിരുന്നു. ഇങ്ങോട്ട് മാറിയിട്ട് 20 വർഷമായി. 20 ആയില്ല, 19 കഴിഞ്ഞു.